ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കായ ചിപ്സാണ്. കായ ചിപ്സ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം, നല്ല രുചിയോടെ. ഈ കായ ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടി 5-6 കായ എടുത്തിട്ടുണ്ട്. കായേൻ്റെ മേലെ ഭാഗവും താഴെ ഭാഗമെല്ലാം മുറിച്ച് കളഞ്ഞ് നീളത്തിൽ 3-4 വരിയിട്ട് കഴിഞ്ഞാൽ കായ് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ വേഗത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ ഇതുപോലെ വരിയിട്ട് കൊടുത്താൽ മതി. ഈ കായെല്ലാം പൊളിച്ചെടുത്ത് കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുക്കണം. മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് കായിൻ്റെ കറയെല്ലാം പോകാൻ വേണ്ടിയാണ്, പെട്ടെന്ന് കറ പോയി കിട്ടും. മഞ്ഞൾ വെള്ളത്തിൽ കഴുകി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ വെള്ളം ആറിക്കിട്ടും. മുഴുവൻ കായും തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിപ്സിൻ്റെ പാകത്തിൽ നേരിയതായി മുറിച്ചെടുക്കണം. കായ് മുഴുവൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ഉരുളി ചൂടാകുന്ന സമയത്ത് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്ത്, എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കായ് ചിപ്സ് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. എണ്ണ ചൂടായോ എന്നറിയാൻ മുറിച്ച കായ് ഒരു കഷ്ണം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ നല്ലപോലെ ചൂടായി. ഇനി അതിലേക്ക് കായ് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഒന്നിച്ച് വാരി ഇട്ടാൽ കട്ട കെട്ടിപ്പോവും. ഓരോന്നായി ഇട്ട് കൊടുത്താൽ മതി. കായ് ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇളക്കി കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കായ് വറുത്തെടുക്കുക. ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കയ്യിലിട്ട് ഇങ്ങനെ തട്ടുന്ന സമയത്ത് നല്ല ശബ്ദം വരുന്നുണ്ടെങ്കിൽ കായ് ചിപ്സ് റെഡിയായി. ഈ സമയത്ത് കുറച്ച് ഉപ്പ്, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഉപ്പുവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചന്ത വരും ഒഴിച്ചുണ്ടാകും, കുഴപ്പമൊന്നുമില്ല. ഇതൊരു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പും വെള്ളമെല്ലാം ആറി ചിപ്സ് റെഡിയായി കിട്ടും. ഇതിങ്ങനെ കയ്യിലിട്ട് കോരിയെടുക്കുന്ന സമയത്ത് നല്ല ശബ്ദം ഉണ്ടാകും. ഇതുപോലത്തെ ശബ്ദം കേൾക്കും. ആ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇത് കോരിയെടുക്കാം. മൂത്തിട്ടുണ്ട് ചിപ്സ്. 2 നേന്ത്രക്കായ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് നല്ലൊരു ചിപ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ചിപ്സ് റെഡിയാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.